ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ചലനവും ബലവും എന്നുള്ളത്. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി, അതായത് കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ LPUP എടുത്ത് നോക്കുക. LPUP ഫിസിക്സിൽ ചലനവുമായി ബന്ധപ്പെട്ട സകല, അതായത് പ്രീവിയസ് SCRT, നമ്മുടെ ഓൾഡ് SCRT ആയിട്ട് ബന്ധപ്പെട്ട സകല ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്കും കൂടി എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട്, ഇത് മാത്രമല്ല 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട്. അപ്പൊ അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വീഡിയോസും മോക്ക് ടെസ്റ്റും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ആ ക്ലാസ്സുകൾ ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ആണ് ചലനവും ബലവും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തെ സ്ഥാനത്ത് തന്നെയാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുക ടീച്ചർ. അപ്പൊ പറയണ സ്ഥലം മാറിയിട്ടില്ല, എന്നാൽ നിങ്ങളുടെ സ്ഥാനം മാറിയിരിക്കുന്നു എന്ന് ടീച്ചർ പറയുവാണ്. എന്തുകൊണ്ടായിരിക്കാം ടീച്ചർ അങ്ങനെ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിത്യജീവിതത്തിൽ നാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓടുക, കളിക്കുക, നടക്കുക തുടങ്ങിയ എല്ലാ സന്ദർഭങ്ങളിലും നാം എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ് ഈ ഒരു പിക്ചറിൽ നമ്മുടെ കാണിച്ചിരിക്കുന്നത്? ചലനവുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന ഒരു ജൈന്റ് വീലാണ് അല്ലെ. ഈ ജൈന്റ് വീല് എന്താണ്? ഇതിനുള്ളിൽ ഓരോ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുവാണ്. ആ കുട്ടി എന്താ, ജൈന്റ് വീല് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആള് എന്താണ്, കുതിരയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഒരു എന്താണ്, തടി ലോറി എന്താണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മൂവ് ചെയ്യുന്നു. അതേപോലെ എന്താണ്, ഇവിടെ എർത്തിന്റെ സോളാർ സിസ്റ്റം, അതേപോലെ തന്നെ ഒരു ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ സാധനം എടുത്ത് പറക്കുന്നു. ഇവിടെ ഒരു പുസ്തകം ഇരിക്കുന്നു. ഈ വസ്തുക്കളൊക്കെ ചലിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. അവിടെ എങ്ങനെയാണ് നമ്മൾ ചലനം പറയുന്നത്? നമ്മൾ ഇപ്പൊ ഈ ഒരു കുട്ടി ഇരിക്കുവാണ്. ഇവിടെ എന്താ, രണ്ടുപേര്, ഇതിൻ്റെ ഉള്ളിൽ 2 പേര് ഇരിപ്പുണ്ട്. 2 പേരും അനങ്ങാതിരിക്കുവാണ് അല്ലെ. അവര് ആ തൊട്ടടുത്തിരിക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ അവർ അനങ്ങുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ പുറത്തു നിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ കുട്ടി അനങ്ങുന്നുണ്ട്. ഇനി ഒരാൾ കുതിരപ്പുറത്തിരിക്കുവാണ്. ആ കുതിരപ്പുറത്ത് അയാൾ അനങ്ങാതെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ, പുറത്തു നിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്താ, അതവിടെ അനങ്ങുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ചലനം എന്ന് പറയുന്ന വസ്തുവിനെ നമ്മൾ പറയുന്നത്. അതായത് ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നതുമുണ്ട്, എന്താണ്, ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തവയുമുണ്ട്. ഇവിടെ ഈ പറയുന്നത്, ഈ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത് 2 ഇവിടെ അനങ്ങാതിരിക്കുകയാണ് അല്ലെ. ഈ ഒരു ടേബിൾ ഇരിക്കുന്ന ഇത് മാത്രമാണ് ചുറ്റുപാടിനെ അപേക്ഷിച്ച് അനങ്ങാതിരിക്കുന്നത്. ബാക്കി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വായിലിരിക്കുന്ന ഈ ഒരു കമ്പ്, ഇതെന്താണ്, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് അനങ്ങാതിരിക്കുകയാണ്. പക്ഷേ ചുറ്റുപാടിനെ അപേക്ഷിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഈ ജൈന്റ് വീലിരിക്കുന്ന കുട്ടി, ആ കുട്ടി അവിടെ അതിനുള്ളിൽ അനങ്ങാതിരിക്കുകയാണ് അല്ലെ. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? പുറത്തൊരാളെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്, ഇവിടെ എന്താണ്, ഈ ബുക്ക്, ടേബിളിൽ ഇരിക്കുന്ന ബുക്ക് മാത്രമാണ് ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തത്. ബാക്കി തന്നിരിക്കുന്ന എല്ലാം എന്താണ്, നമ്മുടെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നതാണ്. ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവയും ചലനാവസ്ഥയിലും സ്ഥാനം മാറാത്തവ നിശ്ചലാവസ്ഥയിലുമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കറങ്ങുന്ന ജെയിൻ വീലിരിക്കുന്ന ഒരു കുട്ടി തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണോ? എന്താ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്? തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ആ കുട്ടി എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ തറയിലിരിക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അതാണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. കണ്ട, കറങ്ങുന്ന ജൈന്റ് വീലിലെ കുട്ടി നമ്മൾ അടിസ്ഥാനമാക്കി തൊട്ടടുത്ത് അതിന്റെ കൂടത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് എന്താണ്, അത് നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ തറയിലിരിക്കുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ അത് എന്തായിരിക്കും? ആ കുട്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുതിര സവാരി ചെയ്യുന്ന ഒരാള്, കുതിരയെ അപേക്ഷിച്ച് അയാൾ എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്, അയാൾ അനങ്ങാതിരിക്കുവാണ്. പക്ഷെ ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് അയാൾ എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല, എന്താണ്, കിളിയെ അപേക്ഷിച്ച് അതെന്ത് സംഭവിക്കുന്നുണ്ട്? കിളിയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്. അത് കിളിയുടെ ചുണ്ടിൽ അനങ്ങാതിരിക്കുകയാണ്. പക്ഷേ തറയിൽ നിന്ന് നോക്കുന്ന ഒരാളെ വെച്ചിട്ട് അത് എന്താണ്, അത് മൂവിങ് ആണ്. സൗരയുധത്തിലെ എന്താണ്, സൗരയുധത്തിലെ ഭൂമി അല്ലെ, സൂര്യനെ അപേക്ഷിച്ച് സൗരയുധത്തിലെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, ചലനാവസ്ഥയിലാണ് അല്ലെ പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, ചന്ദ്രനെ അപേക്ഷിച്ച് എന്താണ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. സൂര്യനെ വെച്ച് നോക്കിയാലും ചന്ദ്രനെ വെച്ച് നോക്കിയാലും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി എന്ന് പറയുന്നത് ലോറിയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലും ഇരുഭാഗത്തുള്ള മരങ്ങളെ അപേക്ഷിച്ച് അത് എന്താണ്, മൂവിങ് ആണ്. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം മേശയെ അപേക്ഷിച്ച് അത് എന്താണ്, നിശ്ചലാവസ്ഥയാണ്. പക്ഷേ സൂര്യനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണത്, മൂവിങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്,
ഈ ഒരു ഫിഗർ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ നോക്കിക്കേ, ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ അവലംബക വസ്തു എന്ന് പറയുന്നത്. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ആ വസ്തു ചലനത്തിലാണെന്നും മാറുന്നില്ല എങ്കിൽ അതിനെ നിശ്ചലാവസ്ഥയിലാണെന്നും പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ ആണല്ലോ. അതായത് നമ്മുടെ ഇപ്പൊ പറയാണ് മരത്തിന്റെ മുകളിൽ അല്ലെ, ഒരു മരമാണ്, ഈ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു അല്ലെ എന്തെങ്കിലും ഒരു കൊക്ക കിളിയ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ മരത്തിനെ അപേക്ഷിച്ച് അത് എന്താണ്, അത് അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയാണ് ഇവിടെ സൂര്യനുണ്ട്, സൂര്യനെ അപേക്ഷിച്ചത് എന്താണ്, അത് മൂവിങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്തിനെയാണോ ബേസ് ചെയ്ത് നോക്കുന്നത് നമ്മൾ അതിനെയാണ് എന്ത് പറയുന്നത്, അവലംബക വസ്തു എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാം, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാണ് അല്ലെ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു സീറ്റിനെ അപേക്ഷിച്ച് നമ്മൾ സീറ്റിൽ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ സീറ്റിനെ അപേക്ഷിച്ച് നമ്മൾ അവിടെ എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ എന്താണ് അവിടെ അവലംബക വസ്തു, സീറ്റാണ് അല്ലെങ്കിൽ ബസ്സാണ് അല്ലെ. ബസ്സിനെ അപേക്ഷിച്ച് നമ്മൾ അനങ്ങാതിരിക്കുക. പക്ഷേ നമ്മുടെ ചുറ്റുപാടിനെ അപേക്ഷിച്ച്, പുറത്തു നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച്, പുറത്തെ മരത്തെ അപേക്ഷിച്ച് നമ്മൾ എന്താണ്, മൂവിങ് ആണ്. അപ്പൊ അതെന്താണ് നമ്മുടെ അവലംബക വസ്തു എന്ന് പറയുന്നത്, ചുറ്റുപാടാണ് നമ്മുടെ അവലംബക വസ്തു എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ചലിക്കുന്ന വസ്തുക്കൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി സ്ഥാനമാറ്റത്തിന്റെ അളവ് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. 400 മീറ്റർ ട്രാക്കിന്റെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ ട്രാക്കിൽ 2 റൗണ്ട് പൂർത്തിയാക്കുന്ന ഓട്ടക്കാർ സഞ്ചരിച്ച പാതയുടെ നീളം എത്രയാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്, അത് ഉറപ്പായിട്ടും എത്രയായിരിക്കും, ഒരു തവണ 400 മീറ്ററിലെ ട്രാക്ക് ആണെങ്കിൽ 2 തവണ പൂർത്തിയാക്കുമ്പോൾ അത് എത്രയായിരിക്കും, 800 മീറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ബസ് സഞ്ചരിച്ച പാതയുടെ നീളം എന്ന് പറയുന്നതാണ് ദൂരം. ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചത് SI യൂണിറ്റുകളായിരുന്നു. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ് ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണമാണ് എന്ത്, ഓഡോമീറ്റർ. എന്താണ് ഓഡോമീറ്റർ. അപ്പൊ എന്താണ് ഓഡോമീറ്റർ, വാഹനങ്ങൾ ഈ നമ്മൾ കണ്ടില്ലേ മീറ്റർ കാണിക്കത്തില്ല, അതിന്റെ പേരാണ് എന്ത്, ഓഡോമീറ്റർ. ഇതിൽ എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൽ കുറച്ചധികം പ്രോബ്ലംസ് ഒക്കെ ആണ് വരുന്നത്. ഒരു ട്രെയിൻ A മുതൽ F വരെ സഞ്ചരിക്കുന്ന റെയിൽപാതയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ട്രെയിൻ സഞ്ചരിച്ച ദൂരം പട്ടികപ്പെടുത്താം. എയിലെത്തുമ്പോൾ എത്രയായിരിക്കും, 0 ആയിരിക്കും. ബിയിലെത്തുമ്പോൾ എത്രയായിരിക്കും, 60 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാകും. സി ആകുമ്പോൾ 110 വരും. ഡി ആകുമ്പോൾ 150 വരും. ഇ ആകുമ്പോൾ 250 വരും. എഫ് ആകുമ്പോൾ 320 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുണ്ടാകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ദൂരം കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട നെക്സ്റ്റ് ടോപ്പിക് ആണ് വേഗം അല്ലെ. വേഗം എന്ന് പറയുന്നത് എന്താണ്, ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ, നമ്മൾ പറയുന്നു വാഹനങ്ങളുടെ വേഗത എന്ന് പറയുന്നത് 40 km/h എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്, ഒരു മണിക്കൂറിൽ ആ വണ്ടി 40 കിലോമീറ്റർ കവർ ചെയ്യും. അല്ലെങ്കിൽ 40 m/s എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ്, ഒരു സെക്കൻഡിൽ 40 മീറ്റർ കവർ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിന്റെ ഫോട്ടോ ഫിനിഷ് ചിത്രമാണ് മുകളിൽ. ഇതിൽ വിജയെ കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും, കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 മീറ്റർ ഓടിയെത്തിയ കായിക താരമായിരിക്കുമല്ലോ വിജയ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് എത്ര ഞാൻ ഇവിടെ നോക്കിക്കേ, ഉയരമുള്ള ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അതിൽ മുകളിലും താഴെയും യഥാക്രമം AB എന്ന് മാർക്ക് ചെയ്യുക. ഗ്ലാസ് ജാറിൽ ഗ്ലിസറിൻ ഒഴിച്ച് മുകളിൽ നിന്ന് ഒരു കല്ലിടുക. കല്ല് എയിൽ നിന്ന് ബിയിൽ എത്താനുള്ള സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എക്സ്പെരിമെന്റ് ആണ്, നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അവിടെ ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. അതായത് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത അല്ലെ. വേഗം എന്ന് പറയുമ്പോൾ സ്പീഡ് അല്ലെ. സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിറ്റ് സമയത്തിൽ വസ്തു എത്ര ദൂരം അല്ലെ, ഒന്നുകിൽ 1 മീറ്റർ അല്ലെ, പെർ മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ അല്ലെ, അല്ലെങ്കിൽ എന്താണ് പെർ അവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മണിക്കൂറിൽ എത്ര അവർ, എത്ര കിലോമീറ്റർ, കിലോമീറ്റർ പെർ അവർ ആണ്, എത്ര ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു. ഉണ്ടോ, കിലോമീറ്റർ പെർ അവർ എഴുതേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ എഴുതിയത് HR എന്നാണ്. അപ്പോൾ എന്താണ് കിലോമീറ്റർ പെർ അവർ, ഇങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്, കിലോമീറ്റർ പെർ അവർ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരുന്നത് ഇതൊക്കെ എഴുതുന്നതിനൊക്കെ ഓരോ രീതി ഉണ്ടെന്നുള്ളത്. ഇതെന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ് എന്നിവ തമ്മിലുള്ള ബന്ധം നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മാത്സ് പ്രോബ്ലത്തിൽ സ്പീഡ് ആൻഡ് ടൈം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നതാണ് അല്ലേ ഇത്. അതായത് നമ്മൾ പറയും
2 km/h ആണ് എങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം? km/h എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയെ മീറ്റർ പെർ അവർ എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ ചെറിയ 5 കൊണ്ട് ഗുണിക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ് 5/18 അല്ലെങ്കിൽ 18/5 ആണെന്ന് അറിയാം. അത് ഏതാണെന്നാണ് ചിലപ്പോൾ ഡൗട്ട്. ഇപ്പം നമുക്ക് പറയാം 20 m/s ആണ് സമയമെങ്കിൽ അതിനെ km/h മാറ്റാൻ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയെ km/h എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ വലിയ 18 കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ കട്ടായി പോകുക. 4 തവണ 18 × 4 എന്ന് പറയുമ്പോൾ 72 km/h ആണ്. ഓക്കെ, അപ്പൊ 5/18 ആണ്, ഓർത്തിരിക്കുക. എ എന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ സഞ്ചരിച്ചു. ബി എന്ന ബസ് 7 സെക്കൻഡ് കൊണ്ട് 110 മീറ്റർ സഞ്ചരിച്ചു. ഏത് ബസ്സാണ് കൂടുതൽ വേഗത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. സ്പീഡ് എന്താണ്? ഇത് ഡിസ്റ്റൻസ്, ദൂരം. ഇതെന്താണ്? സ്പീഡ്. ഇതെന്താണ്? ടൈം. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ താഴെ എന്ത് ചെയ്യുക? രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇനി നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. ഇനി ടൈമാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ഡിസ്റ്റൻസ് ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ അതിന്റെ എല്ലാ മുകളിൽ ഡി, ഇവിടെ എന്താണ്? ST ഉണ്ടാ? DST ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് എയുടെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 75 മീറ്റർ സഞ്ചരിച്ചു, ദൂരം ബൈ സമയം 5 ആണ്. ഇവിടെ മീറ്ററും സെക്കൻഡും തന്നെയാണ്. അപ്പൊ നമുക്ക് അതിലൊന്നും മാറ്റാനില്ല. 75/5 എന്ന് പറയുന്നത് എത്രയാണ്? 15 m/s ആണ് എയുടെ വേഗത എന്ന് പറയുന്നത്. ഇനി ബിയുടെ കാര്യം പറയാൻ നമുക്ക്. ബി എന്ന് പറയുന്നത് 112 മീറ്റർ സഞ്ചരിച്ചു. എത്ര ടൈം കൊണ്ട്? 7 സെക്കൻഡ് കൊണ്ട്. 112/7 എന്ന് പറയുന്നത് 16 m/s ആണ് ബിയുടെ വേഗത. അപ്പൊ ഏതിനാണ് വേഗത കൂടുതൽ? നമ്മുടെ ബിക്കാണ് വേഗത കൂടുതൽ. വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണത്തെ പറയുന്ന പേരാണ് സ്പീഡോമീറ്റർ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഓഡോമീറ്റർ. എന്താണ് ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാനാണ് ഓഡോമീറ്റർ വരുന്നത്. സ്പീഡോമീറ്റർ എന്താണ്? വാഹനങ്ങളുടെ വേഗത കാണിക്കാനാണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. സ്കൂൾ കായികമേളയിൽ 3 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ വേഗം കൂടിയത് ആർക്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വേഗത കണ്ടുപിടിക്കണമെങ്കിൽ ദൂരം ബൈ സമയം. അപ്പോൾ എന്ത് വേണം? 400/180 ചെയ്യണം. ഇവിടെ എന്താണ്? 400/120 ചെയ്യണം. ഇവിടെ എന്താണ്? 400/400 ചെയ്യണം. ഓക്കെ, അപ്പൊ ആർക്കാണ് വേഗത കൂടുതൽ എന്ന് പറയുന്നത്? 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ വേഗത എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം വേഗത എന്ന് പറയുന്നത് 2 2.22 എന്ന് വരും ചെയ്യുമ്പോൾ കേട്ടോ. ഇവിടെ ഏകദേശം എന്ത് വരും? 3.33 വരും. ഇവിടെ എത്രയാണ്? 1 ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വേഗത ആർക്കാണ്? ബിക്കാണ് ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന 1 സെക്കൻഡിൽ 3.33 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരത്തെ പറയുന്ന പേരാണ് വേഗം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും സെക്കൻഡിൽ മാത്രമാണോ നമ്മൾ പറയുന്നത്? അല്ലെ, പല തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയണം, നോക്കിക്കേ. എല്ലായ്പ്പോഴും 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ഒരേപോലെയാണോ? അതിനെയാണ് നമ്മൾ സമവേഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസമവേഗം എന്താന്ന് നോക്കാം. ക്ലോക്കിന്റെ ഡയൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു. സെക്കൻഡ് സൂചിയിലെ അഗ്രത്തിന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. എയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുന്നത് ഏകദേശം എ മുതൽ സി വരെ എത്രയാണ്? ഇവിടെ മുതൽ ഇവിടം വരെ 5 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ 5. 5 10 ആണ്. അതിന് എത്രയാണ്? 10 സെക്കൻഡ് സമയം നമ്മൾ എടുത്തു. ഇവിടെ എത്രയാണ്? സി മുതൽ ഇ വരെ. സി മുതൽ ഇ എന്ന് പറയുന്നത് ഇവിടെയും എത്രയാണ്? 10 തന്നെയാണ് അല്ലെ. ഇ മുതൽ ജി വരെ ഇവിടെയും എത്രയാണ്? 10 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അതായത് അവിടെ എന്താണ്? നമ്മൾ എങ്ങനെയൊക്കെ എടുത്താലും എ മുതൽ ഡി വരെ തുല്യ ദൂരം തുല്യ സമയവുമായിരിക്കും. അപ്പൊ അതിന് എന്ത് പറയാം? നമുക്ക് സമവേഗം അല്ലെ. അല്ലാണ്ട് നമ്മൾ ക്ലോക്ക് കുറച്ചു നേരം ആദ്യത്തെ ഒരു 5 സെക്കൻഡ് നമ്മൾ ഇത്തിരി സ്പീഡിൽ ഓടാന്ന് കരുതി ഓടുവോ? ഇല്ല. നമ്മൾ എപ്പോഴും ക്ലോക്കിലെ എന്ന് പറഞ്ഞാൽ തുല്യ ദൂരവും തുല്യ സമയവുമായിരിക്കും. അത്തരത്തിലാണ് നമ്മളതിനെ. ഇവിടെ എന്താണ്? എല്ലാം 15 ആയിരിക്കും. എ മുതൽ ഡി വരെയും, ഡി മുതൽ ജി വരെയും, ജി മുതൽ ജെ വരെയും. അതായത് തുല്യ സമയത്തിൽ തുല്യ ദൂരം. ഇവിടെ 15ഉം 15ഉം ഒന്നാണെന്നല്ല പറയുന്നത്. തുല്യ ദൂരം തുല്യ സമയം. ഓക്കെ. ഓരോ 10 സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം എത്രയാണ്? 10 സെന്റിമീറ്റർ. ഓരോ 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓരോ 15 സെക്കൻഡിലും സഞ്ചരിച്ചതാ 15 സെന്റിമീറ്റർ ആണ്. അതായത്
തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം തുല്യമാണ്. വസ്തുക്കളുടെ ഇത്തരത്തിലുള്ള ചലനമാണ് നമുക്ക് എന്ത് പറയാവുന്നത്? സമവേഗ ചലനം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണെന്ന് പറയാം. അതായത് നമ്മളിപ്പോ പറയാണ്, ഇവിടെ നിന്ന് എ എന്നൊരു കാർ വന്നു, ഇങ്ങനെ 4 പോയിന്റ്സ് ഉണ്ട്, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാം 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ആണെന്ന് വെക്കും. നമ്മളിവിടെ 2 മണിക്കൂർ കൊണ്ടാണ് 10 കിലോമീറ്റർ സഞ്ചരിച്ചത്. ഇവിടെയും എന്താണ്, 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. ഇവിടെയും എന്ത് ചെയ്തു, 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ കാർ എന്ന് പറയുന്നത് സമവേഗമാണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇത് തന്നെ നോക്കിക്കേ, ഇവിടെ നിന്ന് എ ബി സി ഡി ഈ 4 വന്നു, എല്ലാം 10 തന്നെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു എ മുതൽ ബി വരെ ഇവര് 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. ബി മുതൽ സി വരെ ആയപ്പോഴേക്കും 3 മണിക്കൂർ എടുത്തു. എന്നാൽ സി മുതൽ ഡി വരെ ആയപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് വേഗം പോയി. ഇപ്പൊ എന്താ, പല സമയങ്ങളിലും തുല്യമായ ഇടവേളകളാണെങ്കിൽ പോലും പല സമയത്തും എന്താണ്, പല ദൂരം അല്ലെ, സെയിം ദൂരം തന്നെ പല സമയം കൊണ്ടാണ് കവർ ചെയ്തത്. അത്തരം ചലനങ്ങളെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? അസമചലനം എന്ന് പറയാം അല്ലെ. അപ്പൊ നോക്കിക്കേ, പക്ഷികൾ പറന്നു പോകുന്നത് കറക്റ്റ് ആയിരിക്കോ? അല്ല. മനുഷ്യർ നടക്കുന്നത്, പന്തുരുളുന്നത് ഒന്നും എന്തിലല്ല, സമവേഗത്തിലല്ല. ഇതെല്ലാം അസമവേഗത്തിലുള്ള ചലനം. അപ്പൊ അത്തരം ചലനങ്ങളാണ് എന്ത് പറയാവുന്നത്? അസമചലനം എന്ന് പറയാം. തുല്യ സമയം തുല്യ ദൂരമാണെങ്കിൽ അതിന് എന്ത് പറയാം? സമചലനം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. സാവധാനം പോകുന്ന സൈക്കിൾ മുതൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ വരെ നാം എന്ത് ചെയ്യുന്നുണ്ട്? റോഡിൽ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താ, അമിത വേഗവും അശ്രദ്ധയും മൂലമുള്ള റോഡ് അപകടങ്ങൾ നിത്യേന വാർത്തയാകുന്നുണ്ട്. നമുക്കവിടെ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് ബലമാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഫോഴ്സ് അല്ലെ. അപ്പൊ നമ്മൾ ചലനം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? ചലനവും മർദ്ദവുമാണ്. അപ്പൊ ചലനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്താണ്? ഫോഴ്സ് ആണ് അല്ലെ, ബലമാണ് വേണ്ടത്. കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇയാള് ഈ സംഭവം എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഇയാള് തള്ളുവാണ്. ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭിത്തിയിൽ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇയാള് മേശ വലിക്കുന്നു. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു തള്ളൽ അല്ലെങ്കിൽ എന്ത് കാണുന്നുണ്ട്? ഒരു വലിക്കൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. എന്നാൽ തള്ളുമ്പോഴും വലിക്കുമ്പോഴും മാത്രമാണോ? അല്ലെ, ആണോ? എറിയുമ്പോ, അടിക്കുമ്പോ, പരത്തുമ്പോ ഇതെല്ലാം നമ്മളുടെ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇവിടെ ആകൃതിക്ക് മാറ്റം വരുന്നതിനും ദിശ മാറ്റുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതായി കാണാം അല്ലെ. നമുക്ക് എന്താണ്, ഇവിടെ നമ്മൾക്കൊരു ഒരു പന്തിങ്ങനെ ഉരുണ്ടുരുണ്ട് വരുവാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോഴാണ് ആ പന്ത് അവിടെ നിൽക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമ്മളിപ്പോ പറയും ഒന്നുമില്ലെങ്കിലും കുറച്ചേരം കഴിയുമ്പോൾ നിൽക്കുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അവിടെയും എന്തുണ്ട്? ഒരു ഘർഷണ ബലം നമ്മുടെ ഭൂമിക്ക് അല്ലെ, അല്ലെങ്കിൽ 2 വസ്തുക്കൾ തമ്മിൽ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ഘർഷണ ബലമുണ്ട്. അവിടെയും നമ്മൾ എന്താണ്? ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. നമ്മുടെ നേരെ വരുന്നൊരു പന്തിനെ നമ്മൾ ശക്തിയായിട്ട് അടിച്ചു, ബാറ്റ് കൊണ്ട് അടിച്ചു, നമ്മളൊരു ബലം പ്രയോഗിച്ചു, അതിന്റെ ദിശ മാറ്റി വിട്ടു. അതാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചപ്പാത്തിയുടെ ഒരു ഉരുള നമ്മൾ പരത്തിയെടുത്തു, ആകൃതി മാറ്റി, അവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെയും നമ്മൾ ബലം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് സമ്പർക്ക ബലം, എന്താണ് സമ്പർക്കരഹിത ബലം. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ സമ്പർക്ക ബലത്തിന് ഉദാഹരണം ഏതെന്നും പറഞ്ഞ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നോക്കാം നമുക്ക്. ഇവിടെ തന്നിരിക്കുന്ന നോക്കിക്കേ, ഒരു മാഗ്നറ്റും പിന്നിനെ വലിച്ചെടുക്കുന്നു. ഇവിടെ എന്താണ്? മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. ഇവിടെ ആണി അടിച്ച് കയറ്റുന്നു. ഇവിടെ എന്താണ്? കണ്ടോ, ഇവിടെ നല്ല കാറ്റത്ത് ആടി ഉലയുന്ന ഇലകൾ. ഇവിടെ എന്താണ്? ഒരാൾ നീന്തുന്നു. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫോഴ്സും എങ്ങനെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആടി ഉലയുന്ന കാറ്റുകൾ, അവിടെ എന്തായിരിക്കും അവിടുത്തെ ബലം എന്ന് പറയുന്നത്? വിൻഡ് അല്ലെ, കാറ്റിന്റെ ബലമാണുള്ളത് അല്ലെ. കാറ്റാണ് അവിടുത്തെ ബലം എന്ന് പറയുന്നത്. ഇവിടെ സമ്പർക്കത്തിലൂടെയാണോ? ആണ് അല്ലെ, ത്രൂ കോണ്ടാക്ട് ആണ്. കാര്യം ഇവിടെ എന്താണ്? നോൺ കോണ്ടാക്ട് ആണ്. നോക്കാം നമുക്ക്. മാങ്ങ താഴേക്ക് വീഴുന്നു. മാങ്ങ എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ന്യൂട്ടൺ കണ്ടുപിടിച്ച അല്ലെ, ഭൂഗുരുത്വാകർഷണ ബലമൊക്കെ കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ എല്ലാ ആപ്പിൾ വീണപ്പോൾ. കാര്യം എന്താണ്? അദ്ദേഹം ചിന്തിച്ച എന്താണ്? ഈ മാവിൽ നിന്ന് ഇങ്ങനെ അല്ലെ, ഈ മാവിൽ നിന്ന് മാങ്ങ എന്തുകൊണ്ട് നേരെ താഴേക്ക് കറക്റ്റ് വീഴുന്നു? അത് എന്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേക്കും ഒന്നും മാറുന്നില്ല? അത് കറക്റ്റ് താഴേക്ക് വീഴാനുള്ള റീസൺ എന്താണ്? ഈ പറയുന്ന ഭൂമി നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വസ്തുക്കളെയും ഭൂമിയോട് വലിച്ചടിപ്പിക്കുന്നുണ്ട്. അതായത് ഭൂമിയുടെ ആകർഷണ ബലം കാരണമാണ് അവിടെ താഴേക്ക് വീഴുന്നത്. അവിടെ എന്താണത്? നോൺ കോണ്ടാക്ട് ആണ് അല്ലെ, സമ്പർക്കത്തിൽ അല്ലാതെയാണ്. സമ്പർക്കരഹിത ബലം എന്ന് പറയും അല്ലെ, നോൺ കോണ്ടാക്ട് ആണ്. കാറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാറ്റ് ഇങ്ങനെ വെറുതെ കാറ്റ് വീശി, കാറ്റ് നമ്മൾ തട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ മൂവ് ചെയ്യുന്നത്.
നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കാന്തം പിന്നിനെ ആകർഷിക്കുന്നു അല്ലെ, മാഗ്നറ്റ് അട്രാക്ടിങ് എ പിൻ എന്നാ പറയുന്നത്. അവിടെ എന്തായിരിക്കും അവിടുത്തെ ബലം എന്ന് പറയുന്നത്? കാന്തിക ബലമാണ്, മാഗ്നറ്റിക് ഫോഴ്സ് ആണ്, കാന്തിക ബലമാണ്. അവിടെയും എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഒരു പിൻ ഇങ്ങനെ വെക്കുവാണേ, ഈ പിന്നില് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചാൽ മതി, ഈ പെന്നെ അങ്ങ് വലിച്ചങ്ങ് അടുപ്പിക്കും. അതിന്റെ അടുത്ത് കൊണ്ട് മുട്ടിക്കണമെന്നൊന്നുമില്ല. ഒരു പരിധിയിൽ കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഈ ഒരു പരിധിക്കുള്ളിൽ എവിടെ വന്നാലും ഇതിനെ അങ്ങോട്ട് വലിച്ചെടുപ്പിക്കും. അല്ലാണ്ട് ഇതിൽ കറക്റ്റ് കൊണ്ടൊന്ന് മുട്ടിച്ച് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ ഒരു എന്താണ്? ആണി അടിച്ചു കയറ്റുന്നു അല്ലെ. അവിടെയും എന്താണ്? അവിടെ തന്നിരിക്കുന്നത് അല്ലെ, അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മസ്കുലർ ഫോഴ്സ് എന്ന് പറയും അല്ലെ. നമ്മളൊരു ബലം അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് വരേണ്ടത്? സമ്പർക്കത്തിലൂടെയാണോ സമ്പർക്കരഹിതമാണോ? അവിടെയും കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നമ്മൾ അതിനെ മുട്ടിക്കാണ്ട് ഇപ്പൊ ഈ ആണി ഇങ്ങനെ വെച്ചു, നമ്മൾ ഈ ഹാമർ ഇവിടെ ഇട്ട് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കും വല്ലതും? ഇല്ല, ആണി അതുമേൽ എന്ത് ചെയ്യണം? ടച്ച് ചെയ്യണം. കോണ്ടാക്ട് ഫോഴ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സ്വിമ്മിങ്, നീന്തലാണല്ലേ. നീന്തലും അവിടെയും എന്താണ്? മസ്കുലാർ ഫോഴ്സ് ആണ് നമ്മുടെ അല്ലെ, മസ്കുലാർ ആണ്. ഇവിടെയും മസ്കുലാർ ഫോഴ്സ് ആണ്. ഇവിടെയും എന്താണ്? കോണ്ടാക്ട് തന്നെയാണ്. നോക്കിക്കേ, വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. അല്ലാത്ത സമയത്ത് വരുന്നതാണ് സമ്പർക്കരഹിത ബലം. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇതിനെ എന്താണ്? N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞന്റെ പേരിന്റെ ആദ്യാക്ഷരം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ N ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഘർഷണ ബലമാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്താണ്? ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ്. തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടുപോകുന്ന ഒരു പന്ത് കുറച്ചു നേരങ്ങൾക്ക് ശേഷം നിശ്ചലമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ഈ കാര്യം ഓൾറെഡി തന്നെ. നമ്മൾ പറയാണ് നല്ല മിനുസമാണ് എന്നെങ്കിൽ നമുക്കറിയാം, നല്ല മിനുസമുള്ള ഒരു തറയാണെങ്കിൽ നന്നായിട്ട് അതങ്ങ് ഉരുണ്ടുപോയിക്കോളും. പക്ഷെ പരുപരുത്ത തറയാണെങ്കിലോ കുറച്ചുരുണ്ട് കഴിയുമ്പോൾ തന്നെ നിന്ന് പോകും. അതായത് അവിടെ എന്തുണ്ട്? അവിടെ ഒരു ഘർഷണ ബലമുണ്ട് അല്ലെ. നോക്കിക്കേ, പരിവർത്ത പ്രതലമായപ്പോൾ നീക്കുന്നതിനെതിരായ കൂടുതൽ ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. കൂടുതൽ ഘർഷണമുള്ള സന്ദർഭങ്ങൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഒരു തലത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഘർഷണ ബലം എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ദീപം ഇങ്ങനെ വലിച്ചു നീക്കുവാണെങ്കിൽ ആ രണ്ട് പ്രതലങ്ങൾക്കിടയിൽ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഘർഷണ ബലം എന്ന് പറയുന്നത്. ഇനി പരിവർത്ത പ്രതലത്തിലൂടെ ഭാരമുള്ളൊരു പെട്ടി നിരക്കി നീക്കുക. അതേ പെട്ടി ടയർ ഘടിപ്പിച്ച് ട്രോളിൽ വെച്ച് നീക്കുമ്പോൾ എളുപ്പമായിരിക്കും അല്ലെ. അവിടെ എന്താണ്? നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നു. ഇതിനെ നിരങ്ങൽ ഘർഷണം എന്ന് പറയാം. ഉണ്ടോ? ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണ്. അവിടെ എന്താണ്? ഉരുളൽ ഘർഷണമാണുള്ളത്. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ്. കണ്ടോ, അവിടെ ഘർഷണം കൂടുതലാണ്. വലിച്ച് നമ്മൾ നീക്കുവാണ്, അവിടെ ഘർഷണം കൂടുതലാണ്. അപ്പൊ നിരങ്ങൽ ഘർഷണം എന്താണ്? ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ്. ഇനി നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കൈപ്പത്തി കുറച്ചു നേരം ഇതാക്കി കഴിയുമ്പോൾ ചൂട് അനുഭവപ്പെടും. അവിടെയും എന്തുണ്ട്? ഒരു ഘർഷണ ബലമുണ്ട്. തീപ്പെട്ടിക്കൊള്ളി ഉരസുമ്പോൾ അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഘർഷണ ബലം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഈ പറയുന്ന ഘർഷണം നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു എന്നാണ് പറയുന്നത്. വസ്തുക്കളെ മുറുകെ പിടിക്കാൻ നമുക്ക് സഹായിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഘർഷണം ഉള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ഓടാൻ കഴിയുന്നു. ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നു. ഇതെല്ലാം എന്താണ്? നമ്മുടെ ഘർഷണമുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഉണ്ട്. അതിന്റെ ഒരു ഫിഗറായി തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഘർഷണം ഉള്ളത് കൊണ്ടാണ് പാരച്യൂട്ട് നമ്മൾ വിടർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഭയങ്കര സ്പീഡിൽ നമ്മൾ താഴേക്ക് വരുവാണ്. പാരച്യൂട്ട് വിടർത്തുമ്പോൾ ഇവിടെ ഒരു ഘർഷണ ബലം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളത് പതുക്കെ പതുക്കെ നമ്മൾ സ്ലോ ആകുന്നത്. ആണോ, ടയറിന്റെ തേയ്മാനം, കാൽമുട്ടിന്റെ തേയ്മാനം. ഘർഷണം കൊണ്ട് ഉപകാരങ്ങൾ പോലെ തന്നെ എന്തുണ്ട്? ദോഷങ്ങളുമുണ്ട് അല്ലെ. സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? തേയ്മാനം സംഭവിക്കുന്നുണ്ട്. യന്ത്രഭാഗങ്ങൾക്കിടയിൽ സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ മുട്ടുകാലിനൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെന്റ് വരുമ്പോഴേക്കും മുട്ടിന്റെ ആസ്ഥികൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഘർഷണം നമുക്ക് കുറക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഘർഷണം കുറയ്ക്കാനായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവയെ പറയുന്ന പേരാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയും. നമുക്ക് നോക്കാം. ഒരേ മാസമുള്ള മരക്കട്ട, ഐസ് കട്ട, റബ്ബർ കഷ്ണം എന്നിവ എടുക്കുക. ഇവ ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ നിരങ്ങി നീങ്ങാൻ അനുവദിക്കുക. ചരിവ് തലവുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് തുല്യമാകുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. നോക്കിക്കുക, അതിന്റെ നിരീക്ഷണം രേഖപ്പെടുത്താനും പറയുന്നുണ്ട്. ഏതായിരിക്കും ഏറ്റവും
പതുക്കെ നീങ്ങുന്നത്? ഈ പറയുന്ന റബ്ബർ ആയിരിക്കും. ഐസ് എന്താ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും അല്ലെ ഐസ് നീങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഐസ് അങ്ങനെ? ഇതിൽ നിന്നും വസ്തുക്കളുടെ ആകൃതി, അതേപോലെ തന്നെ എന്താണ് അതെ, വേറൊരു പരീക്ഷണം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്ലാസ് ജാറിൽ വെള്ളം എടുത്ത് തുല്യ മാസ ഉള്ള ഒരു ഉരുണ്ട കല്ലും രണ്ടറ്റവും കൂർത്ത കല്ലും വെള്ളത്തിലേക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുന്നത്? കൂർത്ത അഗ്രമുള്ളത് പെട്ടെന്ന് നീങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പക്ഷികളുടെ അഗ്രം എന്താണ് ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നത് അല്ലെ. അതേപോലെ എയറോപ്ലെയിന്റെ അഗ്രം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നതിന്റെ ഒക്കെ റീസൺ എന്താണ്? ആ ഒരു ഘർഷണ ബലം എന്ത് ചെയ്യാനാണ്ട് കൂർത്തിരിക്കുമ്പോൾ ഘർഷണ ബലം അവിടെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ ആണല്ലോ. കൈപ്പത്തികൾ കൂട്ടി ഉരസുമ്പോൾ ഘർഷണം അനുഭവപ്പെടുന്നതായി കണ്ടു. കൈകൾ എണ്ണ പുരട്ടി കൂട്ടി തിരുമിയാൽ വേഗം തെന്നി നീങ്ങുന്നതായി കാണാം. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? എണ്ണ പുരട്ടുമ്പോൾ ഘർഷണം കുറയുന്നു. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിനായി സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്നേഹകങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഓയിൽ അല്ലെ, മെഷീൻസിന്റെ ഒക്കെ അകത്ത് നമുക്കറിയാം. വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അമ്മമാർ അവിടെ ഒരു ഓയിൽ ക്യാനും കൂടി വെച്ചിട്ടുണ്ടാകും അല്ലെ. എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അത് അവിടെ ഇത്തിരി കൂടി ലൂസ് ആകും. അതേപോലെ ഗ്രീസ് ഉണ്ടാകും. ഗ്രീസ് ഉണ്ട്, അതേപോലെ വാക്സ്, മെഴുക്, അതേപോലെ സോപ്പ് അല്ലെ. നമുക്ക് ഏറ്റവും നമ്മളിപ്പോ നമ്മുടെയൊക്കെ കയ്യിൽ തന്നെ നമ്മൾ എന്താണ്, കയ്യിൽ വളയൊക്കെ നല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ മോതിരം ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് ഊരിയെടുക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് ഊരിപ്പോരും. കാര്യം അവിടെ എന്താണ്, അത് ആ ഒരു രണ്ടിന്റെ ഇടയ്ക്ക് എന്താണ്, ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി പഠിച്ചു വെച്ചു ഖരാവസ്ഥയിലുള്ള സ്നേഹകം. നമ്മൾ ഈ പറഞ്ഞു ഓയില്, ഗ്രീസ്, വാക്സ്, സോപ്പ് എന്ന് പറയുന്നത് ശരിക്കും സോപ്പല്ല. ശരിക്കും സോപ്പിന് നമ്മൾ എന്താ ഒന്ന് നനച്ചിട്ടല്ലേ. ഇനി ഖരാവസ്ഥയിലുള്ള വാതകമാണ് ഇവയെല്ലാം. എന്താണ്? ഒരു ഓയിലി കണ്ടന്റ് അല്ലേ. ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. പഠിച്ചു വെക്കണം. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് എന്താ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. വാഹനങ്ങളിൽ ടയറുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ പോലുള്ള ബോൾ ബെയറിംഗുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആക്സിലുമായുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് കണ്ട ഇങ്ങനത്തെ ബോൾസ് ഇടും. അവിടെയും എന്താണ്, അതും ഒരു സ്നേഹകമായിട്ടാണ്, ലൂബ്രിക്കന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വിമാനം, തോണി എന്നിവയുടെ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞു വായുവിന്റെ, ഇവിടെ വായു ഉണ്ടെങ്കിൽ അതിന്റെ അകത്തേക്ക് ഇത് പരന്നാണെങ്കിൽ ഇതിങ്ങനെ വന്ന് ഇടിക്കുമ്പോൾ അവിടെ ഒരു ഘർഷണം ഉണ്ടാകും. പക്ഷെ ഇതിങ്ങനെ കൂർത്താണെങ്കിൽ എന്താണ്, അത് പെട്ടെന്ന് ഇങ്ങനെ ആ വായുവിനെ തള്ളി നീക്കി ഇതിനിങ്ങനെ കയറി പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഈ കിളികളൊക്കെ ഓൾറെഡി അവരുടെ ഇങ്ങനെ കൂർത്തായിരിക്കണമെങ്കിലും അവർ പറന്നു പോണതും ഈ ഒരു ഷേപ്പിലായിരിക്കും കിളികൾ പറന്നു പോകുന്നത്. നമുക്ക് ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാര്യം അവിടെയും എന്താണ് ഈ പറയുന്ന ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുന്നതിനെ പറയുന്ന പേരാണ് എന്താ? ധാരാരേഖിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു. എന്താണ്? ധാരാരേഖിതമാക്കൽ. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ? ധാരാരേഖിതമാക്കൽ. അതായത് വിമാനങ്ങളുടെ അഗ്രം കൂർത്തതായിട്ട് നിർമ്മിക്കുന്നത്, വഞ്ചികളൊക്കെ കൂർത്തതായിട്ട് നിർമ്മിക്കുന്ന ആ ഒരു രീതിയാണ് ധാരാരേഖിതമാക്കൽ. ഓക്കെ. ഘർഷണം കുറയ്ക്കുന്നതിന് മറ്റെന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും? അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറയുന്നത് യൂസ് ലൂബ്രിക്കൻസ് അല്ലെ. പിന്നെന്താണ്? മേക്ക് ഒബ്ജക്ട് സ്ട്രീംലൈൻഡ് ആക്കി വെക്കാൻ പറ്റും ഒബ്ജക്ട്സ് അല്ലെ, ധാരാരഹിതമാക്കണം. പിന്നെ എന്താണ്? ബോൾ ബെയറിങ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ബോൾ ബെയറിങ്സ് ഇതൊക്കെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഘർഷണം കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ വിലയിരുത്തലാണ്, എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ആണ്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതോടെ ചാപ്റ്റർ തീരുവേ. ഒരു കാർ എ എന്ന ബിന്ദുവിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി എന്ന ബിന്ദുവിൽ എത്തുന്നു. കാറിന്റെ വേഗത 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എ ടു ബി എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 30 മീറ്റർ പെർ സെക്കൻഡ് വേഗമുള്ള ഒരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി എവിടെ എത്തുന്നു? ബിയിൽ എത്തുന്നു. ഏത് കാർ ആയിരിക്കും ആദ്യം ബിയിൽ എത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിന്റെയും വേഗത കണ്ടുപിടിക്കണം, വേഗതയും സമയവും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കാർ 1 നോക്കാം. കാർ 1 എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് എത്തി അല്ലെ. രണ്ടാമത്തെ കാർ എയിൽ നിന്ന് പുറപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി? ബിയിലെത്തി. ഓക്കെ ആണല്ലോ. അപ്പൊ എ ടു ബി എന്ന് പറയുന്നത് കാർ 1ന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ എത്രയാണ് പറയുന്നത്? 75 മീറ്റർ ആണ് അല്ലെ. അതിന്റെ സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 ആണ്. അപ്പൊ നമ്മുടെ ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്.
75/25, അതായത് എത്ര വരും ഇവിടെ? 3 സെക്കൻഡ് കൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? എയിൽ നിന്ന് ബി വരെ എത്തും. ഓക്കെ, ഇനി കാർ 2 പറയുവാണ്. കാർ 2 ഡിസ്റ്റൻസ് എത്രയാണ്? അതെങ്ങനെയാണ് വരുന്നത്? എയിൽ നിന്ന് സി വഴിയാണ് ബിയിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ എത്ര വരും? അവിടെ 50 + 70, അതായത് 120 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സ്പീഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇനി ഇവിടെ സ്പീഡ് അല്ലല്ല തന്നിരിക്കുന്ന, സ്പീഡാണോ തന്നിരിക്കുന്നത്? കാറിന്റെ വേഗത 30 മീറ്റർ/സെക്കൻഡ് സ്പീഡ് തന്നിട്ടുണ്ട്. 30 മീറ്റർ/സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാൻ? നമുക്ക് 120 ÷ 30 ചെയ്താൽ മതി. കട്ടായി പോകും. എത്ര വരും? 4 സെക്കൻഡ്. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് വരുമ്പോഴേക്കും എത്രയാണ്? 3 സെക്കൻഡ് കൊണ്ട് എത്തും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും എത്രയാണ്? 4 സെക്കൻഡ്. അപ്പൊ ഏത് കാറായിരിക്കും ആദ്യം ബിയിൽ എത്തുന്നത്? ഏത് കാറായിരിക്കും? കാർ 1 ആയിരിക്കും അല്ലെ? ഇത് 3 സെക്കൻഡ് കൊണ്ട് എത്തും. അപ്പൊ കാർ 1 ആണ് ആദ്യമേ എത്തുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡി എന്ന ബിന്ദുവിൽ എത്തുന്നു. സിയിൽ നിന്നും പുറപ്പെട്ട് ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡിയിൽ എത്തുന്നു. ഓക്കെ, ബസിന്റെ സമവേഗം 50 മീറ്റർ/സെക്കൻഡ് ആണ് എങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. 7 സെക്കൻഡ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ/സെക്കൻഡ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദൂരമാണ്. ദൂരം കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സ്പീഡിനെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 50 × 7 വരും. 7 × 5 35, 350 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 12,000 മീറ്റർ അകലെ നിന്നുള്ള ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടിവരും? സമയമാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സമയം വേണ്ടിവരും? സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പീഡിന് നമുക്ക് എങ്ങനെയാണ്? സമയമല്ലേ വേണ്ടത്. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ എന്ത് വേണം? സ്പീഡ് വേണം അല്ലെ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 12,000 മീറ്റർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 340 ആണ്. 0 കട്ടായി പോയി. 1200/34 എന്ന് പറയുമ്പോൾ ഏകദേശം 35.29 സെക്കൻഡ് സമയം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? ആ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പൊ ടൈം എത്രയാണ്? 35.29 ആണ്. താഴെ തന്നിരിക്കുന്ന പദസൂര്യൻ എന്താണ്? ബലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചലനാവസ്ഥയിലുള്ളതിനെ എന്താക്കുന്നുണ്ട്? നിശ്ചലമാക്കുന്നു. പിന്നെ എന്ത് നമുക്ക് പറയാം? നിശ്ചലാവസ്ഥയിലുള്ളതിനെ എന്താക്കി മാറ്റുന്നു? ചലനാവസ്ഥയിലേക്ക് മാറ്റുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്ത് പറ്റാം? ചേഞ്ചിങ് ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും. അതേപോലെ ചേഞ്ച് ഇൻ സൈസ് നമുക്ക് വലിച്ചു നീട്ടാം അല്ലെ? ഇപ്പൊ നമ്മളൊരു ഏറ്റവും കൂടുതൽ നമ്മൾ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പരത്തി വലിച്ചു നീട്ടാം. അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് നമുക്ക് എന്ത് ചെയ്യാം? വലിച്ചു നീട്ടാം. ഒരു സ്പ്രിങ് നമുക്ക് വലിച്ചു നീട്ടാം. അപ്പൊ എന്താ? സൈസ് മാറ്റാനായിട്ട് പറ്റും, ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിന്റെ ബലം പ്രയോഗിച്ചാൽ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറക്കാനോ കൂട്ടാനോ പറ്റും അല്ലെ? കുറക്കാനും പറ്റും, കൂട്ടാനും പറ്റും. ഒരു ബോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉരുണ്ട് വരുവാണ്. നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. ഒന്നുകിൽ കുറയും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൂടി വരും അല്ലെ? പിന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഡയറക്ഷൻ, ദിശ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും അല്ലെ? നമ്മുടെ നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ബോളിനെ നമ്മൾ തട്ടി അതിന്റെ ദിശ മാറ്റി കൊടുക്കാം. ഇതെല്ലാം നമുക്ക് എന്താ? ബലം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. നെക്സ്റ്റ് നമ്മുടെ മർദ്ദമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്